എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പ് ചരിത്രത്തിൽ വരും തലമുറകൾ വീണ്ടും ഓർക്കുന്ന സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ആ ഏടാണ് പിറന്നിരിക്കുന്നത്. ഇന്നലെ കൊൽക്കത്തയിലെ ചരിത്രമുറങ്ങുന്ന ഈഡൻ ഗാർഡൻസിൽ നടന്നത് വെറും ഒരു ക്രിക്കറ്റ് മത്സരം മാത്രമായിരുന്നില്ല, മറിച്ച് 140 കോടി ഇന്ത്യക്കാരുടെ കണ്ണുകളെ ഈറനണിയിച്ച വൈകാരികമായ ഒരു വലിയ നാടകമായിരുന്നു അത്. ഇന്ത്യൻ ടീമിന്റെ തോൽവി ഏതാണ്ട് ഉറപ്പിച്ച 196 റൺസ് എന്ന വിജയലക്ഷ്യം എവറസ്റ്റ് കൊടുമുടി പോലെ ഉയർന്നു നിന്ന ആ നിമിഷത്തിൽ കേരളത്തിൽ നിന്നുള്ള ആ ശാന്തനായ പയ്യൻ ഒരു കൊടുങ്കാറ്റായി മാറി വെസ്റ്റ് ഇൻഡീസിന്റെ അഹങ്കാരത്തെ അക്ഷരാർത്ഥത്തിൽ മണ്ണോട് ചേർക്കുകയായിരുന്നു. ഈഡൻ ഗാർഡൻസിലെ ആ കൂറ്റൻ മൈതാനം അതിന്റെ പരമാവധി ശേഷിയിൽ തിങ്ങി നിറഞ്ഞിരുന്നെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ആദ്യം ബാറ്റ് ചെയ്ത സ്കോർ ബോർഡിൽ 195 റൺസ് എന്ന ഭീമാകാരമായ സ്കോർ പടുത്തുയർത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ആരാധകരുടെ മുഖത്തെ ചോര വറ്റിയിരുന്നു. ഈ പർവ്വത സമാനമായ ലക്ഷ്യം പിന്തുടരാൻ ഇന്ത്യ തുടങ്ങിയപ്പോൾ ബാറ്റിംഗിന് അനുകൂലമെന്ന് കരുതിയിരുന്ന പിച്ചിൽ കരീബിയൻ ബോളർമാർ തീമഴ പെയ്യിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരായ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, സാക്ഷാൽ നായകൻ സൂര്യകുമാർ യാദവ്, പരിചയസമ്പന്നനായ ഹാർദിക് പാണ്ഡ്യ എന്നിവർ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് പവിലിയനിലേക്ക് മടങ്ങി. ഇന്ത്യയുടെ 5 പ്രധാന വിക്കറ്റുകൾ വീഴുകയും മത്സരം അതിന്റെ അവസാന ഓവറുകളിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ കുറച്ചു മുമ്പ് വരെ ആരവങ്ങളാൽ മുഖരിതമായിരുന്ന സ്റ്റേഡിയത്തിൽ ഒരു മരണ നിശബ്ദത പടർന്നു. കോടിക്കണക്കിന് ആളുകൾ തോൽവി ഉറപ്പിച്ച ആ കൂരിരുട്ടിലാണ് സഞ്ജു സാംസൺ എന്ന പോരാളി അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ ഗ്രൗണ്ടിന്റെ നടുവിൽ നിലയുറപ്പിച്ചത്. തന്റെ കരിയറിലുടനീളം സ്ഥിരതയില്ലാത്തവൻ എന്ന കൈപ്പേറിയ വാക്കുകൾ കേൾക്കേണ്ടി വന്ന സഞ്ജു ഇന്ന് പൊരുതിയത് വിൻഡീസിനോട് മാത്രമായിരുന്നില്ല, മറിച്ച് തന്റെ വിധിയോടും ഭൂതകാലത്തോടും വിമർശകരോടും കൂടിയായിരുന്നു. വരും ദശാബ്ദങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സഞ്ജീവിനി ഇന്നിംഗ്സ് എന്ന് വിളിക്കപ്പെടാൻ പോകുന്ന ആ ചരിത്ര പോരാട്ടം വെറും 50 പന്തുകളിൽ നിന്ന് 97 റൺസ് അടിച്ചുകൂട്ടിയാണ് സഞ്ജു പൂർത്തിയാക്കിയത്. ജെയ്സൺ ഹോൾഡർ, ഷമർ ജോസഫ് തുടങ്ങിയ ലോകോത്തര ബോളർമാരെ അദ്ദേഹം പിച്ച് ചീന്തി. ആ ബാറ്റിൽ നിന്ന് പറന്ന 12 തകർപ്പൻ ഫോറുകളും 4 പടുകൂറ്റൻ സിക്സറുകളും കണ്ട് കരീബിയൻ നായകൻ ഷായ് ഹോപ്പിന്റെ മുഖം വിളറി വെളുത്തു. 194 എന്ന സ്ഫോടനാത്മകമായ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ സഞ്ജു വെറും 19.2 ഓവറിൽ ഇന്ത്യയെ വിജയതീരത്തെത്തിച്ചപ്പോൾ ഈഡൻ ഗാർഡൻസിൽ പൊട്ടിത്തെറിച്ച സന്തോഷത്തിന്റെ ആരവം ആരുടെയും കർണപുടങ്ങൾ പിളർക്കുന്നത്ര ഉച്ചത്തിലായിരുന്നു. ഈ കോലാഹലങ്ങൾക്കിടയിലാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ച ആ വൈകാരിക ദൃശ്യം അരങ്ങേറിയത്. പാഡ് അണിഞ്ഞ് ഡഗ്ഔട്ടിൽ കാത്തിരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഭ്രാന്തനെ പോലെ ഗ്രൗണ്ടിന്റെ നടുവിലേക്ക് ഓടിയെത്തി സഞ്ജുവിന് മുന്നിൽ ആദരവോടെ തന്റെ തല കുനിച്ചു. "നീ ഇന്ന് ചെയ്തത് അസാധാരണമായ ഒന്നല്ല, അസാധ്യമായ ഒന്നാണെന്ന സന്ദേശമായിരുന്നു ആ തലകുനിക്കൽ. അതിനുശേഷം സൂര്യ സഞ്ജുവിനെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തപ്പോൾ ഈഡൻ ഗാർഡൻസിലെ ഓരോ വ്യക്തിയുടെയും കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. എപ്പോഴും ഗൗരവംകാരനായി കാണപ്പെടുന്ന മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ പോലും സമാനതകളില്ലാത്ത ഒരു പുഞ്ചിരിയോടെ സഞ്ജുവിന്റെ തോളിൽ തട്ടി ചെവിയിൽ ചില വാക്കുകൾ മന്ത്രിച്ചത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ അംഗീകാരമായി മാറി. വിജയത്തിന്റെ തിളക്കത്തോടൊപ്പം താൻ അനുഭവിച്ച നിശബ്ദമായ വേദനകളെക്കുറിച്ച് പറയുന്ന കണ്ണുനീരും ആ സമയം സഞ്ജുവിന്റെ കണ്ണുകളിലുണ്ടായിരുന്നു. സിംഹം കുറച്ചുനേരം നിശബ്ദനായിരുന്നാലും അതിന്റെ പൂർണ്ണ ശക്തിയോടെ എഴുന്നേൽക്കുമ്പോൾ കാട് മുഴുവൻ ഭയന്നു വിറയ്ക്കുമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഈ വെടിക്കെറ്റ് ഇന്നിംഗ്സ് സോഷ്യൽ മീഡിയയിൽ സഞ്ജു ദ സേവിയർ, ജസ്റ്റിസ് സെർവ്ഡ് എന്ന പേരുകളിൽ ഒരു കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞു. കഴിവുകളെ നിങ്ങൾക്ക് ചങ്ങലക്കിടാം, പക്ഷേ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ച സഞ്ജു തോൽവിക്ക് ശേഷവും പോരാടാനറിയാവുന്ന കോടിക്കണക്കിന് യുവാക്കൾക്ക് ഇന്നൊരു പ്രതീക്ഷയാണ്. എന്തായാലും സഞ്ജുവിന്റെ ഈ 97 റൺസ് ഇന്നിംഗ്സ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ക്യാപ്റ്റൻ സൂര്യ തല കുനിച്ചത് വഴി താൻ ഒരു മികച്ച നായകനാണെന്ന് തെളിയിച്ചോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ചാമ്പ്യൻ സഞ്ജു, റെസ്പെക്ട് സൂര്യ എന്ന് താഴെ കമന്റ് ചെയ്ത് പങ്കുവയ്ക്കുക. ഒപ്പം ഈ അത്ഭുത പ്രകടനവും വൈകാരിക നിമിഷങ്ങളും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും T20 ലോകകപ്പിലെ ഓരോ രോമാഞ്ചകരമായ വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.